ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോവിഷ്ണം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാമഹ്യം ദദാന്തിശ്ച പദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനഗുണാതാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സനലിതാക്ഷ്ണം വിശാലാൻവിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സുഭാഷിതം പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഹരിനാമം കലിയുഗത്തിലെ ഏറ്റവും മഹത്തായ ഒരു ദിവ്യ സമ്മാനം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ നമുക്കറിയാം, നമുക്ക് പല പല സമ്മാനങ്ങൾ ജീവിതത്തിൽ ലഭിക്കുകയായിരിക്കും. പക്ഷെ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ഹരിനാമം തന്നെയാണ്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് പ്രായം, ദേശം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ സാമൂഹിക പശ്ചാത്തലമെല്ലാം മറികടന്ന് എല്ലാവർക്കും ഇന്ന് ഒരുപോലെ ലഭ്യമായ ഒരു മഹത്തായ അനുഗ്രഹത്തെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് ഹരേകൃഷ്ണ മഹാമന്ത്രത്തിന്റെ മഹാത്മ്യം, അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഈ അനുഗ്രഹം എന്ന് പറയുന്നത് എല്ലാവർക്കും അവൈലബിൾ ആണ്, നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലഭ്യമാണ്. അപ്പം അതിൽ എന്തെങ്കിലും ഒരു യോഗ്യത വേണമെന്ന് ഒന്നുമേ ഇല്ല. എല്ലാവർക്കും ആ ഒരു ഹരിനാമത്തിനെ ആശ്രയിക്കാനുള്ള അവസരം ഭഗവാൻ നൽകിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു നാമജപം, അല്ലെങ്കിൽ ഹരേകൃഷ്ണ മന്ത്ര ജപം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നീ ഈ ഒരു ലളിതമായിട്ടുള്ള ഈ ഒരു ആത്മീയ പ്രക്രിയ നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്പൂർണമാക്കി പരിവർത്തനം ചെയ്യാനുള്ള ശക്തിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മളത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നാൽ നമുക്ക് എല്ലാവർക്കും അനുഭവവേദ്യമാണ്. അപ്പൊ നമുക്ക് ആദ്യം ഒരു ചോദ്യം വരാം, നമ്മൾ എന്തുകൊണ്ടാണ് ഹരിനാമം ജപിക്കണം എന്നുള്ളൊരു ചോദ്യം നമുക്ക് വരാം. അപ്പൊ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? സന്തോഷമാണ്, അല്ലെ? അപ്പൊ നമ്മൾ ഓരോരുത്തരും സന്തോഷം ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ പല രീതിയിലാണ് ആ സന്തോഷം നമ്മൾ തേടുന്നത്. അപ്പൊ നമ്മൾ ചില വ്യക്തികൾ കഠിനമായിട്ട് അധ്വാനിക്കുകയാണ്, അതിലൂടെ സന്തോഷം നേടുന്നവരുണ്ട്, ശ്രമിക്കുന്നു. ചില വ്യക്തികൾ പണം സമ്പാദനത്തിലൂടെ സന്തോഷം നേടാൻ ശ്രമിക്കുന്നു. ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ബന്ധങ്ങളിലൂടെ സന്തോഷം സ്ഥാപിച്ചതിലൂടെ സന്തോഷം നേടാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ പല പല ഉന്നതിയിൽ എത്തിക്കൊണ്ട് സന്തോഷം നേടാൻ ശ്രമിക്കുന്നു. എന്നിരുന്നാലും നമുക്ക് കാണാൻ സാധിക്കും, എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കുറച്ചൊക്കെ നേടിയ വ്യക്തികളാണെങ്കിൽ കൂടി അവരുടെ ഹൃദയത്തിൽ എന്തോ ഒരു അപൂർണത നമുക്ക് അനുഭവപ്പെടാറുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിശകലനം ചെയ്ത് നമുക്ക് അറിയാൻ സാധിക്കും. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീമദ് ഭഗവത്ഗീത അതിന് ഇങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഈ ശരീരമല്ല ആത്മാവാണ് ഉള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആത്മാവ് ശരീരത്തിലൂടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ? നമ്മൾ നോക്കുകയാണെങ്കിൽ യൗവനത്തിലേക്ക് പോകും, പിന്നെ വാർദ്ധക്യത്തിലേക്ക് പോകും, പിന്നെ അതിൽ നിന്ന് മരണാനന്തരം ഈ ആത്മാവ് മറ്റൊരു ശരീരത്തോട് പ്രാപിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മൾ ഈ ശരീരമല്ല ആത്മാവുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും, അല്ലെ? നമ്മുടെ ചെറുപ്പത്തിൽ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. നമ്മൾ ആരാണ് നമുക്ക് അറിയാം, പക്ഷെ നമ്മുടെ ശരീരമാണെങ്കിൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഈവൻ മെഡിക്കൽ സയൻസ് കൂടി പറയാണ്, ഓരോ 7 വർഷം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യം. അതുകൊണ്ട് നമ്മൾ ഈ ശരീരമല്ല ആത്മാവാണ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? ആത്മാവിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്താണ് മനസ്സിലാക്കുകയും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമുക്ക്
നമുക്ക് ഈ ശരീരത്തിന് എത്രത്തോളം തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാലും നമ്മൾ ആത്മാവായതുകൊണ്ട് നമുക്ക് പൂർണ്ണ സന്തോഷം നേടാൻ സാധിക്കില്ല. അപ്പം ശീലപ്രഭുപാദ് പലപ്പോഴും നമുക്കൊരു ഉപമ പറയാറുണ്ട്. അപ്പൊ അതിൽ പറയും, നമുക്കറിയാം ഒരു ജലത്തിന് പുറത്തുള്ള ഒരു മത്സ്യത്തിനെ പോലെയാണ് അല്ലെ. അപ്പൊ ഒരു ജലത്തിന് പുറത്തുള്ള ഒരു സമുദ്രത്തിന് പുറത്തുള്ള മത്സ്യം നമ്മൾ കാണുന്ന സമയത്ത് അതിന് എന്തൊക്കെ കൊടുത്താലും അതിനൊരിക്കലും യഥാർത്ഥമായിട്ടുള്ള സന്തോഷം കിട്ടില്ല. കാരണം എന്താണ്, നമ്മൾ അതിന് നല്ല നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കൊടുത്താലോ അതിനൊരു AC മുറിയിൽ കൊണ്ട് ഇരുത്തിയാലോ അതിന് ഒരിക്കലും സന്തോഷം കിട്ടില്ല. കാരണം എന്താണ്, കാരണം ആ ഒരു മത്സ്യത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള അസ്തിത്വം എന്ന് പറയുന്നത് എന്താണ്, അത് വെള്ളത്തിലിരിക്കുകയുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ ജീവാത്മാവിന്റെ യഥാർത്ഥമായിട്ടുള്ള അസ്തിത്വം എന്ന് പറയുന്നത് എന്താണ്, ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ഇരിക്കുകയും സേവനം ചെയ്യാനുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഭഗവാനെ മറന്നതാണ് യഥാർത്ഥമായിട്ടുള്ള പ്രശ്നമുണ്ട്. അതിനെ ആ പ്രശ്നം അല്ലെങ്കിൽ ആ രോഗത്തിന് തരണം ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയാണ് ഭഗവാന്റെ നാമജപം. അതാണ് ഈ ദിവ്യ ഔഷധം ഹരേ കൃഷ്ണ നാമജപം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്കറിയാം, നമ്മൾ ഈ ഒരു കലിയുഗത്തിൽ നമുക്കൊരു പ്രത്യേക അനുഗ്രഹം കൂടിയുണ്ട്. അതായത് ശ്രീമദ് ഭാഗവത്തില് 12-ാം സ്കന്ധത്തിൽ പറയുന്നു കലിയുഗത്തിലെ മഹത്ത അനുഗ്രഹത്തെ പറ്റി. അതിൽ പറയാണ്, കലയർ ദോഷ നിധേയ രാജൻ ഹസ്തി ഏകത് മഹത് ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഘ പരം പ്രചേത്. അപ്പൊ അതിൽ പറയാണ് ശുകദേവ് ഗോസ്വാമി ഭാഗവത്തിന്റെ അന്തിമ സ്കന്ധമായ 12-ാം സ്കന്ധത്തിൽ പറയുന്നു. അതിൽ പറയാണ്, സുഖദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജ അടുത്ത് പറയാണ്, അപ്പൊ കലിയുഗത്തില് മനുഷ്യരുടെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ പല രീതിയിൽ ഉത്കണ്ഠയും അശാന്തിയും ആശയക്കുഴപ്പവും ഒക്കെ നിറഞ്ഞതാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഭാഗവതവും ഇത്യാദി ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായിട്ട് മുൻകൂട്ടി തന്നെ പറയാണ്. അപ്പൊ ഈ യുഗത്തിൽ അനേകം ദോഷങ്ങൾ ഉണ്ടെങ്കിലും അതിലൊരു നല്ലൊരു ഗുണം ഉണ്ട്. അപ്പൊ അതാണ് പറയാണ്, ഹേ രാജാവേ, കലിയുഗത്തിൽ അനേകം ദോഷങ്ങൾ നിറഞ്ഞ ഒരു സമുദ്രമാണ് അല്ലെ. നമുക്ക് ദോഷങ്ങൾ ഇവിടെ കാണാൻ സാധിക്കില്ലോ നമ്മൾ കൂടുതലായിട്ട്. പക്ഷെ അതിലൊരു മഹത്തായ ഒരു ഗുണമുണ്ട്. എന്താണ്, ഭഗവാൻ കൃഷ്ണന്റെ ദിവ്യനാമം കീർത്തനം ചെയ്യുന്നതിലൂടെ തന്നെ ഒരു വ്യക്തിക്ക് എല്ലാ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തനായി ഭഗവാന്റെ പരമഗതി പ്രാപിക്കാൻ സാധിക്കുന്നതാണ് ശിവദേവ് ഗോസ്വാമി മഹാരാജ് പരീക്ഷിത്തിനോട് പറയുന്നത്. അപ്പൊ ഇതിൽ പറയാണ്, അപ്പൊ നമുക്ക് ഇപ്പൊ ഈ യുഗത്തിന് അനേകം ദോഷങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ ഒരു നല്ല ഗുണം എന്താണ്, അതിന് സമാധാനം ഇല്ലാത്തൊരു മഹത്തായ ഒരു നല്ല ഗുണം എന്ന് പറയുന്നത് എന്താണ്, അനുഗ്രഹം എന്ന് പറയുന്നതാണ്. നമ്മൾ ഭഗവാന്റെ ദിവ്യനാമങ്ങൾ ജപിക്കുകയും തിരുനാമങ്ങൾ ജപിക്കുകയും കീർത്തനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ മാത്രം ഒരു വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ള പൂർണ്ണത നേടാനുള്ള നമുക്ക് ഒരു അവസരം ഈ ഒരു യുഗം തരുന്നുണ്ട്. നമ്മൾ മുമ്പുള്ള യുഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഓരോ യുഗത്തിനും ഓരോ യുഗധർമ്മം പറയാനുണ്ട് അല്ലെ. ഹൃദയധ്യായതോ വിഷ്ണു ത്രേതായം യജതോ മകെ ദ്വാപരെ പരിചര്യായം കലോതത് ഹരി കീർത്തന. അതിൽ പറയാണ്, അപ്പം ഭാഗവതത്തിൽ തന്നെ പറയണം. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൃദയധ്യായതോ വിഷ്ണു. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കുന്ന ഈ ഒരു സത്യയുഗത്തിലാണെന്നെങ്കിൽ കൂടി അപ്പൊ അതിലൊക്കെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് എന്താണ്, കഠിനമായിട്ടുള്ള ധ്യാനം ചെയ്യണം. 1,00,000 അന്നൊക്കെ ആയുസ് 1,00,000-തോളം ഉണ്ട്. അതുകൊണ്ട് അത്രയും നമുക്ക് കഠിനമായിട്ടുള്ള ധ്യാനം ചെയ്യാനുള്ള ആ ഒരു അവസരം ആ ഒരു യുഗത്തിലുണ്ട്. പിന്നെ അടുത്തതായിട്ടുള്ള ത്രേതായം യജതോ മകൈ അല്ലെ. ത്രേതായുഗത്തിലാണെങ്കിൽ എന്താണ്, വിപുലമായിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്യുക. അതാണ് അതിന്റെ യുഗധർമ്മം. അപ്പൊ അന്നും മനുഷ്യ സമൂഹത്തിന് എന്താണ്, അന്ന് 10,000 വർഷത്തോളം ആയുസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്യാനുള്ള സാമഗ്രികളും അതൊക്കെ അന്ന് ശുദ്ധമായിട്ടുള്ള സാമഗ്രികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്, പിന്നെ ദ്വാപരേ പരിചര്യായാം, ദ്വാപരയുഗത്തിൽ എന്താണ്, ദ്വാപരയുഗത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, അതിഗംഭീരമായിട്ടുള്ള ക്ഷേത്രങ്ങൾ കെട്ടുകയും അതിന് നമ്മൾ എന്താ ചെയ്യുക, അതിനെ ആരാധിക്കുകയും ചെയ്യാണ്. ഭഗവാൻ വിഗ്രഹങ്ങൾ ആരാധനയാണ് പറയുന്നത്. പക്ഷെ കലോതത് എന്താണ്, കലിയുഗത്തിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഹരികീർത്തനാഥ് അല്ലെ. അപ്പൊ നമുക്ക് പറയുന്നതാണ്, ഹരികീർത്തനമാണ് കലിയുഗത്തിന്റെ യുഗധർമ്മം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്ക് ഈ കലിയുഗത്തിൽ ചെയ്യാൻ സാധ്യമല്ല. കാരണം എന്താണ്, കലിയുഗത്തിൽ നമ്മൾ ആയുസ് വളരെ കുറവാണ്. നമുക്ക് ഈ രീതിയിൽ നമുക്ക് അനുഷ്ഠാനങ്ങൾ, വലിയ വലിയ അനുഷ്ഠാനങ്ങൾ, ധ്യാനമോ അല്ലെങ്കിൽ യജ്ഞങ്ങളോ ചെയ്യാനുള്ള കഴിവോ അല്ലെങ്കിൽ സാമഗ്രികളോ ഒന്നും നമുക്കില്ല. അതുകൊണ്ട് വളരെ എളുപ്പമായിട്ടും അനുഷ്ഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് ഒരു വ്യക്തി ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഇതാണ്, അപ്പൊ ഈ യുഗത്തിൽ ഭഗവാന്റെ ഏറ്റവും ഒരു അകാരണ കാരുണ്യമാണ് ഈ ഹരിനാമം നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഹരിനാമത്തിന് ഇത്രയും ശക്തിയുള്ളത് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പം എന്താണ്, അതുകൊണ്ടാണ് ശീലപ്രഭുപാദ് പലപ്പോഴും പറയാറുണ്ട്, ഭഗവാൻ കൃഷ്ണനും ഭഗവാന്റെ നാമവും അഭിന്നമാണെന്നാണ്. അതായത് കൃഷ്ണനിൽ നിന്ന് ഭഗവാന്റെ നാമം വേർതിരിച്ച് കാണാൻ നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ പറയാണ്, ഈ നമുക്ക് ഹരിനാമം നമ്മൾ സാധാരണ ഒരു ഭൗതിക ശബ്ദമല്ല. സാധാരണ നമ്മളൊരു വ്യക്തിയെ വിളിക്കുന്ന പോലെ ഒരു ഭൗതിക ശബ്ദമല്ല. അത് എന്താണ്, ഭഗവാൻ തന്നെ അതീന്ദ്രിയ ശബ്ദരൂപത്തിൽ അദ്ദേഹം പ്രത്യക്ഷനായിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്
അതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തി ഹരിനാമം ജപിക്കുമ്പോൾ നമുക്ക് എന്താണ് നേരിട്ട് ഭഗവാൻ കൃഷ്ണനുമായിട്ട് സംഗമം ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന കാര്യമാണ്. അപ്പൊ ഇതില് പ്രഭുപാദ് പലപ്പോഴും എന്നിട്ട് അനോളജി പറയാറുണ്ട്, എങ്ങനെയാണ് ഒരു തീ നമുക്കറിയാം തണുപ്പിനെ അകറ്റുന്നത് പോലെ തന്നെ ക്രമേണ നമ്മൾ ഹരിനാമം ആത്മാർത്ഥമായി ജപിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുള്ള കാമം, ക്രോധം, ലോഭം, മാത്സര്യം ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് നീക്കം ചെയ്യപ്പെടും, അശുദ്ധികളൊക്കെ നീക്കം ചെയ്യപ്പെടും. നമുക്ക് ചിലപ്പം ഈ ഒരു മാറ്റം ഉടനെ അനുഭവപ്പെടില്ല അല്ലെ, എന്നാലും അതെന്താണ് ഗ്രാജ്വലി നമുക്ക് കാലക്രമേണ നമുക്ക് മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എങ്ങനെയാണ് ഒരു ഔഷധം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഉടനെ തന്നെ നമുക്ക് ചിലപ്പോൾ ആ രോഗം മാറുന്നില്ല, പക്ഷെ നമുക്കറിയാം ഔഷധം നിശബ്ദമായിട്ട് അതിൽ എന്താ ചെയ്യുന്നത്, പ്രവർത്തനം ചെയ്യുകയാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പൊ അതുപോലെ തന്നെ നാമജപം നമ്മൾ നിരന്തരം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനും സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാം എങ്ങനെയാണോ നമുക്കൊരു എക്സാമ്പിൾ കൂടെ പറയാൻ സാധിക്കും. നമുക്ക് അതായത് നമ്മളൊരു തീയിൽ ചൂടാക്കിയ ഒരു ഇരുമ്പ് അല്ലെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഇരുമ്പിനെ നമ്മൾ ഒരു ഇരുമ്പ് തണ്ടിനെ നമ്മൾ എടുത്തിട്ട് തീയിൽ വെച്ചാൽ എന്താ സംഭവിക്കുക അല്ലെ, അതെന്തായിട്ട് മാറും, ക്രമേണ അത് ചുവന്ന് അത് തിളങ്ങുകയും പിന്നെ എന്തായിട്ട് മാറും, അതൊടുവിൽ തീയുടെ എല്ലാ ഗുണങ്ങളും അതിൽ പ്രകടിപ്പിക്കപ്പെടും. നമ്മളത് ഒരു സാധാരണ ഒരു ഇരുമ്പ് ദണ്ഡമാണ് വിചാരിച്ചാൽ നമ്മൾ പോയി തൊട്ടിനെ നമ്മൾ കൈ പൊള്ളിക്കും. കാരണം എന്താണ്, അതിൽ തീന്റെ എല്ലാ ഗുണങ്ങളും വന്നിരിക്കുകയാണ്. അപ്പൊ അത് തീ പോലെ ചൂടും അതിന് ശക്തിയും ഉണ്ടാകും. അപ്പൊ അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണന്റെ ദിവ്യനാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് നിരന്തരം സത്സംഗങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ ഒരു വ്യക്തി എന്താവും, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള എല്ലാ കൽമഷങ്ങളും മാറിക്കൊണ്ട് അദ്ദേഹം ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാവാൻ സാധിക്കും. അപ്പൊ അതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് എല്ലാ ദൈവിക ഗുണങ്ങളും നമുക്ക് പ്രകടമാവാൻ സാധിക്കും എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണോ നമുക്കറിയാം, നമ്മളൊരു പൊടി പിടിച്ച കണ്ണാടി എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞ ഒരു പൊടി പിടിച്ച ഒരു കണ്ണാടി പോലെയാണ്. അപ്പൊ ആ പൊടി പിടിച്ച കണ്ണാടിയുടെ ആ പൊടി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കാമം, ക്രോധം, ലോഭം, അസൂയ, അഹങ്കാരം, മോഹം ഇതൊക്കെയാണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്താ ചെയ്യും, അപ്പൊ നമ്മൾ ഓരോ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഹരിനാമം ജപിക്കുമ്പോഴും ആ കണ്ണാടിയിലെ പൊടി അല്പം അല്പമായിട്ട് നീങ്ങിപ്പോകും. അപ്പൊ അങ്ങനെ നീങ്ങിപ്പോകുമ്പോൾ നമ്മൾ ഹൃദയം ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള സ്വരൂപം ഭഗവാനുമായിട്ടുള്ള സ്നേഹബന്ധം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഭഗവാൻ കൃഷ്ണന്റെ ദാസനാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അതിന്റെ മഹാത്മ്യം, ഹരിനാമത്തിന്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം അതുപോലെ തന്നെ അജാമിളിന്റെ കഥയിൽ തന്നെ നമുക്ക് ഹരിനാമത്തിന്റെ അദ്ഭുത ശക്തിയെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ട് തന്നെ അല്ലെ, അജാമിളൻ അദ്ദേഹം വളരെ യോഗ്യതയുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണെങ്കിൽ കൂടി അദ്ദേഹം അസത്സംഗത്തിലൂടെ അദ്ദേഹം ജീവിതത്തിൽ വഴുതി വീണു, തെറ്റായ രീതിയിലൊക്കെ വഴുതി വീണെങ്കിലും പക്ഷെ മരണസമയത്ത് അദ്ദേഹത്തിന്റെ മകനെ നാരായണ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ ഉടനെ തന്നെ യാദൃശ്ചികമായിട്ട് അവിടെ ഭഗവാന്റെ ദിവ്യനാമം അദ്ദേഹം ശബ്ദിക്കുകയുണ്ടായി അല്ലെ. ഭഗവാൻ ആ ചെറുമകന് നാരായണ എന്ന പേര് വെക്കുകയും ആ നാരായണ നാമോച്ചരണം നടന്നുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് തന്നെ അദ്ദേഹം മഹാവിഷ്ണുവിന്റെ ദൂതന്മാരായിട്ടുള്ള വിഷ്ണുദൂതന്മാർ വരികയും അദ്ദേഹത്തിന് അവിടെ ദൂതന്മാരെ തടയുകയും ചെയ്തു. അപ്പൊ ഭഗവാന്റെ ദിവ്യനാമത്തിന് അത്രയും ശക്തിയുണ്ട്, ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ പൂർണ്ണമായ ഭക്തിയോടെ അല്ലെങ്കിൽ കൂടി ഇത്രയും അബദ്ധവശാൽ ഉച്ചരിക്കപ്പെട്ടാൽ കൂടി അതിന് പാപഫലങ്ങൾ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മൾ എത്രത്തോളം ശ്രദ്ധയോടെ ജപിക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് നാമത്തിന്റെ പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യുക, അപ്പൊ നാമത്തിന് മഹാത്മ്യം മനസ്സിലാക്കുകയും അത് നിരന്തരം നാമം ജപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളത് നിരന്തരം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക, ഭഗവാനെ സ്മരിക്കാൻ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മാർഗമാണ് ഭഗവാന്റെ നാമങ്ങൾ അല്ലേ. അപ്പൊ ഭഗവാൻ പറയുന്നത് എന്താണ്, മന്മനാഭവ ഭക്തോ അല്ലെ, എപ്പോഴും സ്മരിക്കുക എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പൊ നമുക്ക് സ്മരിക്കാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്താണ്, ഭഗവാന്റെ തിരുനാമങ്ങൾ നമ്മൾ ജപിക്കാനുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ശീലങ്ങൾ വളർത്തിയെടുത്ത് നമ്മൾ ഡെയിലി നമ്മൾ എന്താ ചെയ്യാം, ഭഗവാന്റെ തിരുനാമങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ജപിക്കുക, ആത്മാർത്ഥമായിട്ട് ജപിക്കുക, പ്രാർത്ഥനയോടെ ഭഗവാൻ ആശ്രയിച്ചുകൊണ്ട് ജപിക്കുക. അപ്പൊ അങ്ങനെ ജപിക്കുന്ന ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ടുള്ള ആനന്ദം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ നമുക്ക് ഏറ്റവും ആത്മീയ ജീവിതം നമ്മൾ തുടങ്ങുന്ന നമ്മളെല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട തത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരതയാണ്, നമ്മുടെ കൺസിസ്റ്റൻസിയാണ്. നമ്മൾ ദിവസവും നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ കുറച്ച് റൗണ്ട്, ഒരു റൗണ്ടാണെങ്കിൽ ഒരു റൗണ്ട്, 2 റൗണ്ടാണെങ്കിൽ 2 റൗണ്ട് എന്ന രീതിയിൽ നമ്മൾ നിരന്തരം നമുക്ക് ഈ ഭക്തന്മാരുടെ സംഘത്തിൽ നമുക്ക് ഒരു വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിരിക്കുന്നത്. നമ്മൾ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാനുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിനെ പുലർത്താൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ എല്ലാ ദിവസവും ആത്മാർത്ഥമായിട്ട് ഹരിനാമം ജപിക്കുകയും കൃഷ്ണന്റെ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക്
നമുക്ക് നമുക്ക് ഹൃദയത്തിൽ നിന്ന് തന്നെ നമുക്ക് മാർഗദർശനം ഭഗവാൻ തന്നെ നമുക്ക് നൽകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിനെ നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു അടിസ്ഥാനമാക്കി, ഒരു അടിത്തറയാക്കി മാറ്റാം. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥതയോടെയും ശ്രദ്ധയോടെയും ഹരിനാമം നമ്മൾ ജപിക്കുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം നമുക്ക് അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ നമുക്ക് നമ്മുടെ കൽമശങ്ങളൊക്കെ മാറിക്കൊണ്ട് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം നമുക്ക് നേടാൻ സാധിക്കാനുള്ള എളുപ്പമായിട്ടുള്ള മാർഗമാണ് ശ്രീല പ്രഭുപാദ എന്ന ആചാര്യം നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഹരേ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് ഈ പ്രഭാഷണം സമാപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ രാമ രാമ